Hello guys, good morning. Welcome to a day in my life with my 7.5 month old. നമ്മുടെ പ്രിറ്റി മച്ച് എവറി ഡേ ഒരേപോലെയാണ് റൊട്ടീൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് പോലെ ചെയ്യാമെന്ന്. യൂഷ്വലി കുഞ്ഞ് എഴുന്നേൽക്കുന്നത് ഒരു 7 മണി സമയത്താണ്. ഇന്നിപ്പം ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേനും എഴുന്നേറ്റിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ചില നേരത്തെ എഴുന്നേക്കും. രാവിലെ വന്ന് എഴുന്നേറ്റ് ഡയപ്പർ ചേഞ്ചും മുഖമൊക്കെ ഒന്ന് തുടച്ച് ക്രീമൊക്കെ ഇട്ട് അയൺ ഡ്രോപ്സ് കൊടുത്തതിൻ്റെയാണ് മുഖത്ത് ഈ വിഷമം. ഇഷ്ടമില്ല, അതിനൊരു വല്ലാത്ത ചൊവയുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞിപ്പെണ്ണേ ഹായ് ഹായ്, ഗുഡ് മോർണിംഗ് പഞ്ഞി. ഹായ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ ഉള്ള ഒരു ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ബെഡ് മാറ്റി മാട്രസ് തറയിലിട്ടായിരുന്നു. കുഞ്ഞ് റോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഇപ്പം എന്നാൽ നമുക്ക് എണ്ണീക്കാം. പതുക്കെ നമുക്ക് സിറ്റിംഗ് റൂമിലോട്ട് പോകാം. അവിടെയാണ് ഞങ്ങളുടെ കളി സാധനങ്ങളൊക്കെ അല്ലേ. വേഗം എന്നാ പറ്റിയടി? അവിടെ എന്നാ ഉണ്ടോ? അവിടെ ക്യാമറ ഉണ്ടോ? ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നേരത്തെ എഴുന്നേറ്റല്ലോ. അപ്പം ചിലപ്പോൾ ഇപ്പോൾ ഒരു നാപ്പ് ഉണ്ടാവും. ക്ഷീണം ഉണ്ടെങ്കിൽ അവൾ കണ്ണ് തിരുമ്പും ചെറിയൊരു പ്രത്യേക രീതിയിലൊരു കരച്ചിലുണ്ട്. നമ്മൾ ഈ ടോയ്സ് ഒക്കെ റൊട്ടേഷനിൽ കഴുകി ഉണക്കി എടുത്തുകൊണ്ടിരിക്കും. കാരണം അവൾ എപ്പോഴും ഈ ടോയ്സ് കടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഇന്നത്തെ ആദ്യത്തെ നാപ്പാണ്. യൂഷ്വലി അറ്റ് എ ടൈം ഒരു അരമണിക്കൂറാണ് അവൾ നാപ്പ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈയിടെ ആയിട്ട് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. കുറച്ചുകൂടെ നേരം അറ്റ് സ്ട്രെച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഉറങ്ങുന്ന സമയത്ത് പമ്പി തേക്കാമെന്ന് വിചാരിച്ച് പമ്പ് ചെയ്യാൻ തുടങ്ങി. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ആശാട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഉണർന്നിരിക്കുവാണെങ്കിലും പമ്പിന്റെ ട്യൂബെ പിടിച്ച് വലിയ. അതുകൊണ്ട് അവളെയും വെച്ചോണ്ട് പമ്പിങ് നടക്കത്തില്ല. പമ്പിങ്ങും കഴിഞ്ഞ് ഫ്രഷ് ആയി ഇച്ചിരി സ്കിൻ കെയറും ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. സ്കിൻ കെയർ എന്ന് വെച്ചാൽ ആകെ ഒരു ക്രീമും ലിപ് ബാമും ഉള്ളൂ. അതും എല്ലാ ദിവസവും ഒന്നും ഇല്ല. ഇത് ബോട്ടിൽ വാഷറാണ്. It's like the best decision we took in my pumping journey. ബോട്ടിൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് മെഷീൻ ഓൺ ആക്കിയാൽ മതി. ഇത് അതിൻ്റെ ഡിറ്റർജൻറ്റ് ടാബ്ലറ്റ് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്തിട്ടിട്ട് ഈ ബോട്ടിൽ വാഷിനെ പറ്റി ഒരു പ്രത്യേക ഒരു വീഡിയോ തന്നെ ചെയ്യാം. അതിനകത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എനിവേ ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് സെറ്റാവും. കുഞ്ഞ് ചെറുതായിട്ട് ബഹളം തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെയാണ്. ഞാനിപ്പോഴും ഡീകാഫ് പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തും മാക്സിമം 300 mg കഫീനാണ് പെർ ഡേ അഡ്വൈസബിൾ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ഡീകാഫ് തന്നെയാണ് കുടിക്കുന്നത്. പക്ഷേ ഞാൻ ട്വൈസ് എ ഡേ കോഫി കുടിക്കുന്നുണ്ട് ഇപ്പോൾ. ഡീകാഫും പിന്നെ ഒരു ഇച്ചിരി ഒരു മനസ്സമാധാനത്തിന് ഒരു പൊടിക്ക് നോർമൽ റെഗുലർ ഇടും. ഇത്ര ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം, ചിക്കൻ കറി. ഇത് കഴിച്ചും കൂടെ കഴിയുന്നവരെ കുഞ്ഞ് ചേച്ചിയുടെയിലായിരിക്കും. ഇപ്പോൾ സമയം 8:45. അവളൊരു 8:15 ആയപ്പോഴാണ് എഴുന്നേറ്റെന്ന് തോന്നുന്നു. അപ്പം ഒരു 1.5-2 hours അവൾക്ക് അടുത്ത നാപ്പിന് സമയമാവും. അതുവരെ ഇങ്ങനെ ജസ്റ്റ് കളിച്ചോണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അവൾ എഴുന്നേറ്റ് പുള്ളപ്പ് ടു സ്റ്റാൻഡ് വലിച്ചിങ്ങനെ എഴുന്നേക്കാനൊക്കെ സ്വന്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും കൂടുതൽ പരിപാടി അതുവരെ. പപ്പയമ്മയോടെ ഉള്ള സമയത്ത് അമ്മ യൂഷ്വലി രാവിലെ കൊച്ചു നീതുവിന്റെ ബേബിനെയും കൊണ്ട് രാവിലെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇന്നിപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ വരുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് വിളിച്ചു നോക്കണം എങ്ങനെയുണ്ട് പനി എന്നൊക്കെ ഒന്ന് ചോദിക്കണം. അതുപോലെ നാട്ടിലും വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിനകത്ത് വെള്ളം കയറാൻ തുടങ്ങി. എൻ്റെ അപ്പയും മമ്മി ഇങ്ങനെ മേളത്തെ ഫ്ലോറിൽ പോയിട്ടാണ് ഇന്നലെ രാത്രിയൊക്കെ കിടന്നത്. അവരെ ഒന്ന് വിളിച്ച് നോക്കണം എന്തുവായിരുന്നു. പപ്പ ഇപ്പം നാട്ടിലാണ്. അവിടെ പക്ഷെ വലിയ കുഴപ്പമില്ല, കുറച്ച് വെള്ളം കുറഞ്ഞു എന്ന് പറഞ്ഞു. പുറത്ത് റോഡിലൊക്കെ വെള്ളമുള്ളൂ, വീട്ടിലങ്ങനെ കയറിയിട്ടേ ഇല്ല. അതുകൊണ്ട് അത് കുറച്ച് സമാധാനമുണ്ട്. പക്ഷെ എന്നാലും പപ്പ ഒറ്റയ്ക്ക് നാട്ടിലാണല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട്. എനിവേ അപ്പം അവരൊക്കെ ഒന്ന് വിളിച്ച് നോക്കട്ടെ ഈ കഴിക്കുന്ന സമയം കൊണ്ട്. എന്തുവാ വല്ലതും പറയാനുണ്ടോ? ഓ ഓക്കെ. ബായോ ഞങ്ങൾക്ക് വിശന്ന് ഞങ്ങൾ ഇച്ചിരി പാല് കുടിച്ചു. അമ്പോ
ഇന്ന് ഇച്ചിരി ഫസ്സി എന്ത് പറ്റിയെന്ന് അറിയില്ല. ഉറങ്ങാൻ സമയമായില്ല, പക്ഷേ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പാമ്പി മാറാം. പാമ്പി മാറുന്ന കുഞ്ഞാനങ്ങളുടെ പാമ്പി മാറുന്ന മോനാണ്. കുറച്ച് ദിവസമായിട്ട് നഖം വളർന്നു വയ്ക്കുക. ഇപ്പൊ അതങ്ങ് ട്രിം ചെയ്യാം. നഖം വെട്ടുന്ന പോയിട്ട് അവൾ കിടക്കുന്ന പോലെ ഒക്കെ ഇഷ്ടമല്ലായിരുന്നു. നല്ല ബഹളമായോണ്ട് ഞാനിങ്ങ് എടുത്തു. എന്തായാലും ഷൂട്ട് ചെയ്യാൻ നല്ല ബെസ്റ്റ് ദിവസമാണ് തിരഞ്ഞെടുത്തത്. എന്നെ പറ്റി കുഞ്ഞിനെന്ന് Little giraffe is enjoying a refreshing drink. What's that noise? Munch, munch. ഉറക്കമൊക്കെ അവൾക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്, പക്ഷെ കറക്റ്റ് സ്ലീപ്പ് പ്രഷർ ആവാതെ ആൾ ഉറങ്ങത്തില്ല. അതുകൊണ്ട് ആ സ്ലീപ്പ് പ്രഷർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ അവളെ ഇങ്ങനെ ഞാൻ കൊണ്ടു കിടക്കും. ഇപ്പം ഏകദേശം 10:45 സെക്കൻഡ് നാപ്പിന് വേണ്ടിയിട്ട് അവൾ കിടന്നിട്ടുണ്ട്. ഈ ഉറക്കം ഏകദേശം ഒരു 1.5 മണിക്കൂർ അവൾ ഉറങ്ങി. അതിന്റെ ഇടയ്ക്ക് ഉണർന്ന് കരഞ്ഞ് കുറച്ച് പാലൊക്കെ കുടിക്കും, പക്ഷെ ഫുള്ളായിട്ട് എണീറ്റ് വരത്തില്ല. ഞാൻ പിന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല. അവൾ ചെറിയായിട്ട് ഉറങ്ങുന്ന എല്ലാ ഗ്യാപ്പിലും ഞാനും ഉറങ്ങുന്നുണ്ടായിരുന്നു. കാരണം രാത്രിയിലെ ഉറക്കത്തിനിടയ്ക്ക് ഷെഡ്യൂൾ അനുസരിച്ച് എഴുന്നേറ്റ് പമ്പ് ചെയ്യുന്നതുകൊണ്ട് രാത്രിയിലെ ഉറക്കം എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് പകല് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഞാനും ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കും. ഈ ഹോൾ പമ്പിംഗ് ജേർണിയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. മിക്കവാറും ഞാനും നീത്തും കൂടെ ഉള്ള ഒരു കമ്പൈൻഡ് വീഡിയോ, കാരണം ബോത്ത് ഓഫ് us are exclusively pumping moms. I have a pumping station like this. ഞാനിപ്പോൾ കുഞ്ഞ് ഉറങ്ങാത്ത സമയത്ത്, കുഞ്ഞിനെ ചേച്ചി ഏൽപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെയറിലിരുന്ന് ഇവിടെ ഇരുന്നാണ് പമ്പ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ 4 hours ഗ്യാപ്പിലാണ് പമ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ ലാസ്റ്റ് 8 o'clock ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് 12 PM ചെയ്യുന്നത്. ഇന്നിപ്പോൾ ആക്ച്വലി ആ സമയം കൂടെ നാപ്പ് എടുത്തത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഹാഫ് ആൻ അവർ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. 4.5 hours ഇപ്പോൾ പമ്പ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ സ്പെക്ട്ര DLS എന്ന് പറയുന്ന പമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നീത്തുൻ്റെതാണ്. എനിക്ക് പമ്പിങ്ങിൽ ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ അവളുടെ പമ്പ് എനിക്ക് തന്നു. എൻ്റെ പമ്പ് അവൾക്ക് കൊടുത്തു നാട്ടിൽ പോകുന്ന സമയത്ത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോത്ത് സൈഡ്സ് നമുക്ക് സെപ്പറേറ്റ്ലി കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അതായത് പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈച്ച് സൈഡ് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും സ്റ്റിമുലേഷൻ മോഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വൺസ് മിൽക്ക് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് പിന്നെ എക്സ്പ്രഷൻ മോഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് കാണിക്കുന്നത്. ഇത് രണ്ടും വാക്യൂം ലെവൽസ് ആണ് കാണിക്കുന്നത്. ഫോർ മീ ഓൾമോസ്റ്റ് 5 minutes എടുക്കും സ്റ്റിമുലേഷൻ മോഡിൽ തന്നെ ലെവൽ കൂട്ടി വരും. 5 minutes ഓൾമോസ്റ്റ് ആകുമ്പോഴത്തേനും വൺസ് ദ മിൽക്ക് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ആണ് ഞാൻ പിന്നെ എക്സ്പ്രഷൻ മോഡിലേക്ക് ആക്കുന്നത്. അതിന്റെ ടോട്ടൽ ഓഫ് 30 minutes ആണ് ഞാൻ പമ്പ് ചെയ്യുന്നത്. ഫോർ ഹോസ്പിറ്റൽ ഗ്രേഡ് പമ്പ്സ് 30 minutes, ഫോർ വെയറബിൾ പമ്പ്സ് 20 minutes ആണ് മാക്സിമം പമ്പിംഗ് ടൈം അഡ്വൈസബിൾ ആയിട്ടുള്ളത്. പമ്പ് ചെയ്യുന്നത് വൺ സൈഡ് ഫീഡിംഗ് ബോട്ടിലും വൺ സൈഡ് പമ്പിംഗ് ആൻഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ബി ബേബി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബോട്ടിലുണ്ട്. നാട്ടിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടുന്ന് വലിയ ബഹളമൊന്നും കേൾക്കാനില്ല. ചേച്ചി ഉള്ളത് ആക്ച്വലി എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് കഴിക്കണമെങ്കിലോ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ പമ്പ് ചെയ്യാൻ വന്നിരിക്കണമെങ്കിലോ ഒക്കെ ചേച്ചി ഏൽപ്പിച്ചിട്ട് എനിക്ക് സമാധാനമായിട്ട് വന്നിരിക്കാം. ചേച്ചി കൊണ്ട് നടന്നോളും കുഞ്ഞിനെ. അവളും വലിയ കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്. ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ അവൾ ഹാപ്പിയാണ്. ഞങ്ങൾ ആ ഒരു 3 മാസം നാട്ടിൽ പെട്ടിട്ട് തിരിച്ചിവിടെ വന്ന സമയത്ത് അവളെല്ലാവരും മറന്നുപോയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ലൈക്ക് ചാച്ചന് വർക്കിന് പോകണം. ഞാൻ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ കയ്യിൽ നിന്ന് അവൾ മാറത്തില്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു ഫേസ്. പക്ഷെ ഒരു 1-2 weeks കൊണ്ട് അത് റെഡിയായി, ഓക്കെ ആയി. ആ സമയത്തൊക്കെ അരമണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ധൃതി വെച്ച് പെട്ടെന്ന് പമ്പ് ചെയ്യുക അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 4 months സ്പോർട്സ് പാട്ടത്തിൽ പോയ മുടിയൊക്കെ ദേണ്ട് ഇപ്പോൾ 7.5 months വന്നു തുടങ്ങിയിട്ടുണ്ട്. 7 months ഒക്കെ ആയപ്പോഴത്തേനും വന്നു തുടങ്ങി. ദേണ്ട് ഇത് കണ്ടോ, ചെറിയ മുടികൾ വന്നിങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ഫ്രണ്ട് സ്മൂത്തും ചെയ്തതിൻ്റെ എഫക്റ്റൊക്കെ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോട്ടെ. ഞങ്ങളിപ്പം സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. അപ്പം ഈ ഒരു സമയത്താണ്, ഈ ഒരു നാപ്പ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ദേഹത്തൊക്കെ ആവുമല്ലോ, മൊത്തം ആക്കും. ഇപ്പം അങ്ങനെ ലൈക്ക് കൊടുക്കുന്ന മൊത്തം കഴിക്കാറൊന്നുമില്ല. ബട്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമയമാണ് അവൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും പല ടേസ്റ്റും പല ടെക്സ്ചേഴ്സും ഒക്കെ അറിയാനുള്ളൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ്. അവൾ എന്ത് കാണിക്കുന്നു അവൾ തന്നെ പിടിച്ച് കുറച്ച് വായിൽ വെക്കും, കുറച്ച് കഴിക്കും, കുറച്ച് താഴ്ക്കളയും, കുറച്ച് തുപ്പും, അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ കഴിപ്പ് കഴിയുമ്പോഴത്തേനും തല മുതൽ കാല് വരെ മൊത്തം ഫുഡായിരിക്കും. അപ്പോൾ പിന്നെ ആ സമയത്ത് തന്നെ നേരെ കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഈ ഉച്ചക്കത്തെ ഈ ഒരു വേക്ക് വിൻഡോയിലാണ് കഴിക്കാൻ കൊടുക്കുന്നതും കുടിയും എല്ലാം. ജനിക്കുന്ന ദിവസം തൊട്ട് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കണം. അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ കുളി ഫ്രഷ് ആവുക അതുമായിട്ടാണ്. അപ്പം എല്ലാ ദിവസവും കുളി കഴിഞ്ഞിട്ടാണ് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കുന്നത്. കുളിപ്പിക്കാനുള്ള ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് കഴിക്കാൻ കൊണ്ടുപോകുന്നത്. എന്തുവാ കാണുന്നേ? മെഷീൻ ഓടുന്നതാണോ കാണുന്നേ? എന്തെടുക്കുമായിരുന്നു? അമ്പോ, കഴിക്കാം നമുക്ക്. ഹായ്.
ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. ലിവറാണിത്, പ്യൂറേ ആക്കിയതാണ്. പിന്നെ കുറച്ച് മാങ്ങ കുഞ്ഞിന് ഇഷ്ടമാണ്. ലിവർ ഇന്നലെ ആദ്യമായിട്ട് കൊടുത്തത് ഇന്നലെ കഴിച്ചിട്ടില്ല. ഇന്നിനിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കഴിക്കുന്നുണ്ടോന്ന്. കഴിക്കുമ്പോൾ ഉടുപ്പാലെല്ലാം ആവുമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഫുൾ ബിബ് ഇട്ടാണ് ഇരുത്തുന്നത്. സ്ലീവ്സും ബോഡിയും ഒക്കെ വരുന്ന ഒരു ബിബ്ബാണ് ഇത്. ഡ്രസ്സ് മാറ്റി ഇതിട്ടിട്ടാണ് കഴിക്കാൻ ഇരുത്തുന്നത്. ഞങ്ങൾ റെഡിയാണ്. മമ്മ എന്ന് പറഞ്ഞ മമ്മ. അപ്പ എന്തി അപ്പ എന്തി അപ്പ ഇപ്പൊ അപ്പ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ ഞാൻ മമ്മ പറയാൻ പഠിപ്പിക്കാൻ പോവാ. മമ്മ. ലിവറിന്റെ പ്യൂരെ ഞാൻ ഇതിനകത്താക്കി. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് അവൾ ഇന്നലെ അധികം കഴിച്ചില്ലാത്തതുകൊണ്ട് എങ്ങനെയാവുമെന്ന് അറിയില്ല. കൊള്ളാമോ? ഇഷ്ടാണോ എന്റെ പൊന്നിന് ഇഷ്ടയില്ലേ? തുപ്പല്ലേ? ഇച്ചിരി. ഓ ദേഷ്യം വരുന്നുണ്ടോ? ഇച്ചിരി കുച്ചോ? എടാ ഇച്ചിരി കുച്ചടാ. ഇന്ന തന്നെ എത്തോ. നല്ല മാങ്ങയാണോ? അമ്മച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണോ? നായോ അമ്പോ ഗുഗേൽ. എടി പെണ്ണേ, കുച്ചാന് പോണ കുഞ്ഞാന്, ഞങ്ങള് കുച്ചാന് പോണ കുഞ്ഞാന്. കുളി കഴിഞ്ഞേ ശുണ്ട്രിയേ, കുളി കഴിഞ്ഞോ? എന്നാ പറ്റി, ഉറക്കം വരുന്നോ? നമുക്ക് ഉറങ്ങാമേ. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇവിടെ മേളിൽ റോഡിൽ പണി നടക്കുന്നത്. അപ്പോൾ വണ്ടി ഒന്ന് മാറ്റിയിടണം. അവിടുന്ന് ഇവിടെ കഴിച്ച ഫുഡ് എൻ്റെ ദേഹത്തും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് പോയി വണ്ടി ഒന്ന് മാറ്റിയിട്ടിട്ട് വന്നിട്ട് നമുക്ക് കുഞ്ഞിനെ ഉറക്കണം അല്ലേ? ഒങ്ങനെങ്കിൽ ക്ഷമയായി ക്രാങ്കി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വേണം കേട്ടോ. ഇത് കണ്ടോ, റോഡെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുക. റീടാർ ചെയ്യാൻ പോകാൻ തോന്നുന്നു. അവർ രാവിലെ നോട്ടീസ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വണ്ടികൾ മാറ്റണമെന്ന്. അപ്പം നമുക്ക് വണ്ടി അങ്ങോട്ട് മാറ്റിയിടാം. ഇവിടെ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടു. ഐ മിസ് ഡ്രൈവിങ് സോ മച്ച്. ഇങ്ങനെയൊക്കെ വണ്ടി എടുക്കുമ്പോഴാണ് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ പുറത്ത് പോകുമ്പം പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഈ വണ്ടി എടുക്കുക, ഞാനാണ് ഓടിക്കുക. ചാച്ചൻ്റെ വണ്ടി എടുത്താൽ എനിക്ക് ഓടിക്കാൻ പറ്റില്ല. ഈ 180 പോലത്തെ വണ്ടി ആയതുകൊണ്ട് അത് പേപ്പറൊക്കെ ചാച്ചൻ്റെ പേരിലേ ഉള്ളൂ. ഹായ് ഒങ്ങാം, ക്ഷമയായോ ഒങ്ങാനെ? ആ കഴിഞ്ഞ് അവളെ ഉറക്കിയിട്ട് വായോ എന്റെ കുഞ്ഞിപ്പൻ, ഓടി വായോ. അങ്ങനെ വായോ, വാ, ഇത്രയും കൂടെ വന്നാൽ മതി. ബായ്, ഇച്ചിരി കൂടെ വായോ. കുഞ്ഞിന് ഉറങ്ങാറാകുമ്പോഴത്തേനും ഞാൻ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ചോറ്, തക്കാളിക്കറി, കോവയ്ക്കാത്തോരൻ, മീൻകറി. ഈ തക്കാളിക്കറി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ ഭയങ്കര സ്റ്റേപ്പിൾ ഫുഡാണ്. അങ്ങനെ ഷീസ് ഡൗൺ ഫോർ ദ 3rd നാപ്പ് ഓഫ് ദി ഡേ. ഇത് ഞാൻ ആക്ച്വലി ഒരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഓൾമോസ്റ്റ് 2 hours ഉറങ്ങി. ഇവള് ജനിച്ചപ്പോൾ തൊട്ടുള്ള വീഡിയോസ് കാരണം ഫോണിൽ ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ ഫോണിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇടയ്ക്ക് പാല് കുടിക്കാൻ എണീറ്റപ്പോൾ അറിഞ്ഞോണ്ടാണോ എന്ന് അറിയത്തില്ല, അവൾ എന്നെ ഹഗ് ചെയ്തു. ഇറ്റ്സ് മൊമെന്റ്സ് ലൈക്ക് ദീസ് ദാറ്റ് മേക്ക് ഓൾ ദിസ് വർത്ത്. കുറച്ചു നേരം ഞാൻ അനങ്ങാതെ അങ്ങനെയായിരുന്നു. പിന്നെ പമ്പ് ചെയ്യാൻ സമയമായപ്പോൾ എഴുന്നേറ്റല്ലേ പറ്റൂ. പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റ് ആശാട്ടിക്ക് ട്യൂബേ പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചേച്ചിയെ വിളിച്ച് അവളെ ഒന്ന് എടുക്കാൻ പറഞ്ഞു. ടാറ്റാ, ഐ ലവ് യു. പമ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഞാൻ കുഞ്ഞിനെ എടുക്കാൻ പോവാണ്. അപ്പം വരേണ്ട സമയമായി. ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അവള് ചാച്ചനെ കാണുമ്പോൾ. മമ്മിയുടെ ചക്കരപ്പിന്നാണോ ഇത്? ഒരാളെ കാണിച്ചു തരട്ടെ. എന്നാ പോയേക്കാം. എന്തുവാ? എന്നാ പോയേക്കാം. എന്ത് പറ്റി? പോയേക്കാം.
എത്തി നോക്ക. എന്നാടി എന്നാ പറ്റിയടി? ആരാടി ഇരിക്കുന്ന അവിടെ? കലിപ്പനെ കലിപ്പനെ സന്തോഷായോ? ഓ എവിടെ ആയിരുന്നു ഇത്ര നേരം ഒന്ന്? ആണോ? എന്റെ എടുക്കുക? ഞാൻ പോവാ. ഞാൻ ഒരു കാപ്പി എടുത്തോണ്ട് പോവാം. സെക്കൻഡ് കോഫി ഓഫ് ദി ഡേ. ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി നാട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഇങ്ങനെ വിചാരിച്ചായിരുന്നു എല്ലാ ദിവസവും കുഞ്ഞിനെ കൊണ്ട് നമുക്ക് പുറത്ത് പോകണം. കാരണം നാട്ടിൽ അങ്ങനെയാണല്ലോ, അവള് ഈ പച്ചപ്പും ഹരിതാപയൊക്കെ കാണുന്നു, എല്ലാ ദിവസവും നമ്മൾ പുറത്ത് പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഫ്ലാറ്റിനകത്തായി പോകുമല്ലോ എന്നൊരു വിചാരം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചത്. ഇതിടാം അല്ലേ. പക്ഷേ കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട്, അതിന് മുമ്പ് വരെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് നമ്മൾ കുറച്ച് പണിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലായിരുന്നു. സോ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് അവളെയും കൂട്ടി ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ചാച്ചൻ ഓൾറെഡി റെഡിയാണ്. കുഞ്ഞിനെ ഞാൻ കുളി കഴിഞ്ഞപ്പം പുറത്തിടുന്ന ഡ്രസ്സാണ് ഇടിപ്പിച്ചത്. ഇനിയിപ്പോൾ ഞാനും പെട്ടെന്ന് റെഡി ആവട്ടെ. റെഡി ആവുന്നതിന് ഇടയ്ക്ക് ആ കോഫി അങ്ങ് തീർക്കാം. യെസ്, വി ആർ റെഡി. ഇങ്ങനെയൊക്കെ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ പുറത്ത് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേനും എൻ്റെ തലയിൽ ഒറ്റ മുടി എൻ്റെ കൊച്ചു വെച്ചേക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് കെട്ടി വെക്കാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. എന്താ പരിപാടി? പോവാം. പോവാടി പെണ്ണേ, കളിപ്പെണ്ണേ. ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റിയും. റോഡ് പണിക്ക് ആള് വന്നു. അവർക്ക് കൊടുക്കാൻ അവൻ വെള്ളവും കൊണ്ട് പോയേക്കുവാ. ഇതാ കുഞ്ഞിൻ്റെ ബാഗ്. പാലും ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള സാധനമൊക്കെ വെച്ച്. പേരൊക്കെ ഉണ്ട്. പേര് കാണിച്ചു ചാച്ചാ. നെസ്സ. നീത്ത് ഗിഫ്റ്റ് തന്ന. സാൽമിയയിലെ ബൊളിവാർഡ് പാർക്കിലാണ് വന്നത്. ഞങ്ങൾ കുറെ കിടന്ന് കറങ്ങി. വണ്ടി പാർക്ക് ചെയ്തിപ്പോൾ കയറുക. ഗേറ്റ് 7 കൂടെയാണ് കയറേണ്ടത് കേട്ടോ. ആർക്കെങ്കിലും അറിഞ്ഞുകൂടായെങ്കിൽ ഞാൻ പറഞ്ഞത്. പാർക്ക് വരാൻ പറ്റിയ ദിവസം, ഈ സമ്മറിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ള ദിവസം ഇന്ന്. കുഞ്ഞിപ്പെണ്ണ സ്ട്രോളറില്ല. കുഞ്ഞിപ്പെണ്ണെ ഹലോ. എന്താ എവിടെ പോവാ? പാർക്കിൽ പോവാണ് എന്റെ മുത്ത്. ആ കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ വന്ന് കയറിയത്. റെസ്റ്റോറന്റ് വില്ലേജ്. ഏത് റെസ്റ്റോറന്റിൽ പോകണം ചാച്ചാ? ഹായ്. മാന്ത് കൊള്ളാതെ പോയേക്കാം. ഇത്രയും നാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഇതിന്റെ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ ഈവനിങ് വാക്സിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം. വെള്ളമൊക്കെ ഭയങ്കര അഴുക്കാണല്ലോ. എടാ കൊച്ചിനെ മാറ്റടാ. ഇത് മൊത്തം റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ലേ? ഇപ്പൊ ഈ ഗേറ്റ് 7 കൂടെ കയറുന്നത് റെസ്റ്റോറന്റ് വില്ലേജ് വരാനാന്ന് തോന്നുന്നു. ശരിക്കും ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് ഗൈസ്. കുഞ്ഞ് സ്ട്രോളറിലിരുന്ന് അവിടുത്തെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ ഈ ചൂടും ഹ്യൂമിഡിറ്റി ഒരു വിഷയമേ അല്ല. എവിടെ പോവാ എന്റെ മണിയെ? ബോളിവാർഡ്. വെറുതെ നടക്കാൻ നോർത്ത് ഞങ്ങള് ഇവിടെ സുൽത്താൻ കണ്ടു. സുൽത്താൻ സെന്റർ. അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അവളെന്തായാലും സ്ട്രോളറിന് കൈ കയറിയിട്ടുണ്ട്. എന്തായാലും സുൽത്താനിൽ കയറിയില്ലെന്ന് വിചാരിച്ച് വാങ്ങിക്കാനുള്ള സാധനം ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാം ഐസ്ബർഗ് ലെറ്റ്യൂസ് എന്താണെന്നറിയോ? ഇങ്ങനെ ഉരുണ്ട് ക്യാബേജ് പോലെ ഇരിക്കുന്നതാണ് ഐസ്ബർഗ് ലെറ്റ്യൂസ്. ഇതാണ് നോർമൽ ലെറ്റ്യൂസ്. ചുമ്മാ ഞാൻ ഷോ ഇറക്കിയതാ. ചാച്ചനെ ഇപ്പൊ പറഞ്ഞു തന്നെ. നമ്മൾ ഉദ്ദേശിച്ച മൊത്തം സാധനം നമുക്ക് കിട്ടിയില്ല അല്ലേ കുഞ്ഞി? കുഞ്ഞി എന്തിനാ ബഹളം വെക്കുന്നേ? കുഞ്ഞിക്ക് ദേഷ്യം വരുന്നുണ്ടോ? കുഞ്ഞിക്ക് ഉറങ്ങാൻ സമയമായോ? എന്നാ പറ്റി? കടിക്കല്ലേ എടി കളിപ്പന്നെ. അവളുടെ ഇച്ചിരിയുള്ള ബ്ലേഡ് പോലത്തെ നഖം കൊണ്ട് അവള് മുഖത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ മുഖം മൊത്തം മുറിച്ച് വെച്ചിരിക്കുക. പക്ഷെ എന്നാലും അതൊരു സുഖം. ഇന്ന് നമ്മൾ ഡിന്നർ ഷവായ ആക്കാമെന്ന് തീരുമാനിച്ചു. സാൽമയെന്ന് തന്നെ ഷവായ മേടിക്കാൻ നിർത്തിയിരിക്കുക. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും അവള് വണ്ടിയിൽ ചാച്ചന്റെ കയ്യിലിരുന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ അവൾ എണീക്കൊന്നും തോന്നുന്നില്ല. സാധാരണ ഒരു 8:30 ശേഷം ഉറങ്ങിയാൽ പിന്നെ അത് അവളുടെ രാത്രിയിലെ ഉറക്കമാണ്. ഞാൻ ആ സമയത്ത് പമ്പ് ചെയ്യാനിരുന്നു. ഓരോരോ വ്യാമോഹങ്ങളെ. ഈ ഇവളാണോ നേരത്തെ കിടന്നുറങ്ങിയത്? എന്തായാലും എനിക്കും ചാച്ചനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ആദ്യം എടുത്തു. ചാച്ചന സമയത്ത് അവളോട് കളിച്ചോണ്ടിരിക്കുകയാണ്. റംബൂട്ടാൻ കഴിച്ചോണ്ടിരിക്കുക കുഞ്ഞ്. ഏകദേശം ഉറങ്ങാറായിട്ടുണ്ട്. പോകോ. Baby, see the ocean. A wave stayed. Splish, splash. ഫൈനലി 11 മണിയായപ്പോഴത്തേനും കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂഷ്വലി ഒരു 8:30-9 മണിയാകുമ്പോഴാണ് അവൾ ഉറങ്ങാറ്. ആ ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി എണീക്കാറില്ല. ഇന്നിപ്പോൾ എന്തോ ജസ്റ്റ് ചെറിയ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ എണീറ്റതാണ്. ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ സ്ലീപ്പ്.
എനിവേസ് ഇനിയിപ്പം നാളെ എനിക്ക് തോന്നുന്നു ഒരു 7 മണിയാണ് യൂഷ്വൽ സമയം, 7 മണിയൊക്കെ കഴിയുമായിരിക്കും തോന്നുന്നു എഴുന്നേക്കാൻ. നമ്മുടെ ദിവസം ഇനി അവസാനിച്ചിട്ടില്ല, നമുക്ക് ഇനിയും പമ്പിങ് ഇങ്ങനെ ഷെഡ്യൂൾ പൊക്കോണ്ടിരിക്കുകയാണല്ലോ. എവറി 4 hours രാത്രിയിലും എഴുന്നേറ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ലാസ്റ്റ് 9:30ക്കാണ് പമ്പ് ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ 1:30ക്ക് എണീക്കും. ഇപ്പോൾ ഓൾറെഡി മണി 11:15 അപ്പം ഇപ്പോൾ ഒരു ചെറിയ നാപ്പ് എടുത്തിട്ട് വേണം 1:30ക്ക് എഴുന്നേറ്റ് പമ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ 5:30, 1:30യുടെ പമ്പിങ് കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ 2:30, 2:45 ഒക്കെ ആവും. പിന്നെ അപ്പോൾ തൊട്ട് 5:30 വരെ കിടന്നുറങ്ങും. അങ്ങനെ. പിന്നെ ഈ രാത്രിയിലെ പമ്പിങ് ചില സമയത്ത് ഒരു 1/2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, അങ്ങോട്ട് ഇച്ചിരി മുന്നോട്ട് ഉറങ്ങിപ്പോവുക. നമ്മൾ അലാം കേട്ട് അറിയാതെ ഉറങ്ങിപ്പോയാൽ കുറച്ച് മുന്നോട്ട് നീങ്ങും എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ 7.5 month old പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയത്തക്ക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ലൈക്ക് 24/7 എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പോൾ ചാച്ചൻ രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു 3-4 മണിക്കൂർ മാക്സിമം അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, ഞാനിപ്പോൾ ഒരു വയസ്സൊക്കെ അവൾക്ക് 1 വയസ്സ് കഴിയുമ്പം ജോലിക്ക് പോകണമെന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്തേക്ക് എനിക്കും അങ്ങനെ തന്നെയല്ലേ പറ്റുള്ളൂ. ഒരു 3-4 മണിക്കൂറായിരിക്കും അവൾ ഉറങ്ങുന്നതിന് മുമ്പേ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം അവളുടെ കൂടെ കിട്ടുന്നതിന് ഞാൻ ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഐ എം വെരി happy for that. Some days are very tough. I'm not saying it's very easy on me, but I'm happy that I'm able to do this, especially to spend so much time with her. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. അപ്പോൾ ശരി, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.